പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി. തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും സേനകൾക്ക് തീരുമാനിക്കാം. തീരുമാനം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ കടന്നാക്രമണം ഭീകരരെ സഹായിച്ചെന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അത്ഭുതമില്ലെന്ന് ഇന്ത്യൻ പ്രതിനിധി. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന മെഗാ സുംബയെ ചൊല്ലി വിവാദം. കുട്ടികളുടെ പരിപാടിക്ക് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട്. പ്രതിഷേധവുമായി കോൺഗ്രസ് അധ്യാപക സംഘടന. ലഹരിക്കെതിരായ പരിപാടി ചുവപ്പുവൽക്കരിച്ചെന്ന് KPST. പുലിപ്പല്ല് കസ്റ്റഡിയിൽ വെച്ച കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ. മൃഗവേട്ടയടക്കം വകുപ്പുകൾ ചുമത്തി. പുലിപ്പല്ല് നൽകിയത് ആരാധകനായ മലേഷ്യൻ പ്രവാസി വ്യവസായി രഞ്ജിത്ത് കുമ്പിടിയെന്ന മൊഴി. യഥാർത്ഥ പുലിപ്പല്ലെന്ന് അറിയാതെയാണ് ലോക്കറ്റ് കെട്ടി നൽകിയതെന്ന് തൃശൂരിലെ ജ്വല്ലറി ഉടമ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തി. വേടന്റെ രാഷ്ട്രീയത്തിന് പിന്തുണയെന്ന് ഗീവർഗീസ് മാർക്കൂറിലോസ്. പാലക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് കുളത്തിൽ കുളിക്കാനിറങ്ങിയവർ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. നടപടി VD സതീശനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ. പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം എന്തെന്നതിൽ കത്തിൽ വ്യക്തമല്ല. ചടങ്ങിലെത്തുമല്ലോ എന്ന പരാമർശം. തുറമുഖ മന്ത്രിയുടെ കത്തെത്തിയത് കന്റോൺമെന്റ് ഹൌസിൽ. പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ മഹാമനസ്കതയെന്ന് ആന്റണി രാജു. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. തമ്മിലടിച്ച് BJP കോൺഗ്രസ് കൌൺസിലർമാർ. പേരുമായി മുന്നോട്ട് തന്നെയെന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. കർണാടകയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി. സംഭവം മംഗളൂരുവിൽ പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. അന്വേഷണം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി. ജസ്റ്റിസ് BR ഗവായ് പുതിയ ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിയുടെ വിജ്ഞാപനമിറങ്ങി. നിയമനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്ന ഒഴിവിൽ മെയ് 14 ചുമതലയേൽക്കും. ദേശീയ സുരക്ഷയ്ക്ക് പെഗാസസ് ഉൾപ്പെടെയുള്ള ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. സർക്കാരിന് പെഗാസസ് വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കാൻ ദുരുപയോഗം ചെയ്താൽ പരിശോധിക്കുമെന്നും കോടതി. പരാമർശം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കവേ. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 343 അംഗ പാർലമെന്റിൽ 167 സീറ്റുകളിൽ ലിബറൽ പാർട്ടിക്ക് ലീഡ്. ചെറു പാർട്ടികളുടെ പിന്തുണയോടെ അധികാരമുറപ്പ്.